നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ വിന്യസിക്കുന്നതിനായി DRDOയുടെ 3 സ്ഥാപനങ്ങൾ സംയുക്തമായാണ് വെർട്ടിക്കൽ ലോഞ്ച് ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സീ സ്കിമ്മിംഗ് ടാർഗറ്റുകൾ ഉൾപ്പെടെയുള്ള വിവിധ ആകാശ ഭീഷണികളെ നിർവീര്യമാക്കാനുള്ള ശേഷിയുള്ളതാണ് VLSRSM. യുദ്ധക്കപ്പലുകളിലെ റഡാറുകൾ കണ്ടെത്താതിരിക്കാൻ നിരവധി കപ്പൽവേധ മിസൈലുകളും വിവിധ യുദ്ധവിമാനങ്ങളും പ്രയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സീ സ്കിമ്മിംഗ്. 40 മുതൽ 50 കിലോമീറ്റർ പരിധിയിലും 15 കിലോമീറ്റർ ഉയരത്തിലുമുള്ള അതിവേഗ വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കാൻ ലക്ഷ്യം വെച്ചാണ് മിസൈലിന്റെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്രയെ അടിസ്ഥാനമാക്കിയാണ് VLSRSMന്റെ രൂപകൽപ്പനയെന്നാണ് DRDO അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രൂസിഫോം ചിറകുകളും ത്രസ്റ്റ് വെക്ടറിംഗുമാണ് VLSRSMന്റെ 2 പ്രധാന സവിശേഷതകൾ. കുരിശിന്റെ ആകൃതിയിലുള്ള 4 വ്യത്യസ്ത ദിശകൾ ക്രമീകരിച്ചിരിക്കുന്ന ചെറിയ ചിറകുകളെയാണ് ക്രൂസിഫോം ചിറകുകൾ എന്ന് പറയുന്നത്. ഇത് മിസൈൽ കുതിപ്പിന് സ്ഥിരതയുള്ള എയറോഡൈനാമിക്സ് നിലനിൽക്കുന്നു. ആംഗുലാർ വെലോസിറ്റിയും മിസൈലിന്റെ സ്ഥാനവും നിയന്ത്രിക്കുന്ന എഞ്ചിനിൽ നിന്നുള്ള ത്രസ്റ്ററിന്റെ ദിശ മാറ്റാനുള്ള കഴിവാണ് ത്രസ്റ്റ് വെക്ടറിംഗ്. നാവിക യുദ്ധത്തിൽ ശത്രുക്കളുടെ കപ്പൽവേധ മിസൈലുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ഒരു കപ്പലിന് വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പഴക്കം ചെന്ന രീതികളിലൊന്നാണ് ചാഫുകൾ. ശത്രുക്കളുടെ റഡാറിൽ നിന്നും റേഡിയോ ഫ്രീക്വൻസി മിസൈൽ സീക്കറുകളിൽ നിന്നും കപ്പലുകളെ സംരക്ഷിക്കാൻ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. കപ്പൽവേധ മിസൈലുകളെ പ്രതിരോധിക്കാൻ മിസൈലുകൾ വിന്യസിക്കുന്നതാണ് മറ്റൊരു മാർഗം. ഈ സംവിധാനങ്ങൾക്ക് വേഗത്തിലുള്ള കണ്ടെത്തൽ സംവിധാനം, ദ്രുത പ്രതികരണം ഇവ കൈകാര്യം ചെയ്യാനുള്ള ഉയർന്ന കഴിവുണ്ടായിരിക്കണം. VLSRSMന് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടെന്നാണ് ഇന്ത്യൻ നേവി അവകാശപ്പെടുന്നത്.